ഹലോ, വെൽക്കം ടു സ്മാർട്ട് ശ്രീ ക്ലാസ്. നമ്മൾ ഇന്ന് വീണ്ടും അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്, തുടർച്ചയായിട്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക് തന്നെയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയൊക്കെയാണ് അത് ചെയ്തിരിക്കുക, അതെങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. മാത്സ് അങ്ങനെയാണല്ലോ, ഒരു കണ്ടിന്യൂറ്റി വേണം. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലംസും അതിന്റെ ഇക്വേഷൻസും ഒക്കെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ടാവും അല്ല. ഇന്ന് നമ്മൾ പുതിയ അത് ആ ടോപ്പിക്കിൽ തന്നെ, അതായത് സമയവും ദൂരവും എന്ന് പറയുന്ന ആ ടോപ്പിക്കിലെ തന്നെ, ആ വിഷയത്തിലെ തന്നെ ഒരു 2-3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് അതിന്റെ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്താലോ? ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: രാജു ട്രാവൽസ് ഫ്രം കോട്ടയം ടു ട്രിവാൻഡ്രം, ഷോർട്ടായിട്ട് എഴുതിയേക്കാണ്, അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 300 kilometers in 5 hours. What is the speed? ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്: രാജു ട്രാവൽഡ് ഫ്രം കോട്ടയം ടു ട്രിവാൻഡ്രം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 300 kilometers in 5 hours എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടല്ലോ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആൻഡ് വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്, എന്താണ് കണ്ടെത്തേണ്ടതും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തന്നിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഈസ് 300 kilometers. ഡി ഡിസ്റ്റൻസ് 300 kilometers തന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ടൈം തന്നിട്ടുണ്ട് അല്ലെ. ടൈം ഈസ് ഗിവൺ 5 hours. അത് ടൈം ആണ്. ടൈം തന്നിട്ടുണ്ട് 5 hours ആണ്. സോ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ സ്പീഡ്. സ്പീഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? സ്പീഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതൊരു ടൈപ്പാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ഇന്ന് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണിത്: രാജു ട്രാവൽഡ് ഫ്രം കോട്ടയം ടു ട്രിവാൻഡ്രം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 300 kilometers in 5 hours. 5 മണിക്കൂറുകൾ കൊണ്ടാണ് സഞ്ചരിച്ചതെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ്? സ്പീഡ് കാണാനുള്ള ഇക്വേഷനിലാണ് നമുക്ക് കൊടുക്കുക. എന്താ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ? S = D/T. ആ ഒരു ട്രയാങ്കുലർ ഫിഗർ നമ്മൾ വരച്ചിട്ട് അതിനകത്ത് എഴുതിയത് ഓർക്കണ്ടാവുമല്ലോ. ഡി മുകളിൽ എസും ടിയും താഴെയാണ്. അപ്പൊ എസ് ആണ് നമുക്ക് കാണേണ്ടത്. എസ് കാണെങ്കിൽ D/T ആണ്, ഡിസ്റ്റൻസ് ബൈ ടൈം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? 300 kilometers ആൻഡ് ദ ടൈം ഈസ് 5 hours. നമുക്കറിയാം 5 30ൽ 6 പ്രാവശ്യം പോകും. സോ 60 kilometers per hour. 60 kilometers per hour എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അതെന്താണ്? അദ്ദേഹം സഞ്ചരിച്ച വാഹനം ഏതാണോ അതിന്റെ സ്പീഡാണ് നമുക്ക് കിട്ടിയത്. 60 kilometers per hour, 60 kilometers per hour എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അതിനുവേണ്ട ഇക്വേഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്താണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും എന്ന ഇക്വേഷൻ കൊടുത്തു. ടൈം, സ്പീഡ്, ഇതൊക്കെ നമ്മൾ വേഗതയും അതുപോലെ സമയവും അതുപോലെ ദൂരവും കാണുന്നതിനുള്ള ഇക്വേഷൻസ് ഒക്കെ എഴുതി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തതാണ്. പക്ഷെ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇന്നും വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ മാൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ട്രാവൽസ് ഇൻ എ കാർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 kilometers in 4 hours from his house to office. First, he returned in 6 hours in the evening. What is the average speed? What is the average speed? ഇത്
സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നും വ്യത്യസ്തമാണ് കേട്ടോ, ഓരോ പ്രോബ്ലവും വ്യത്യസ്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത് ഓരോ വേഗതയും അതുപോലെ തന്നെ ഡിസ്റ്റൻസും ടൈമും ഒക്കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് വെച്ചിട്ടുള്ളതൊക്കെ ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിഫറെന്റ് 4 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, അതിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ദൂരം തന്നു, അതുപോലെ സമയം ടൈമും തന്നിട്ടുണ്ടായിരുന്നു. യു ഹാവ് ടു സ്ട്രെയിറ്റ്ലി കാൽക്കുലേറ്റ് ദ സ്പീഡാണ് നമുക്ക് വേഗതയാണ് കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നോക്കുക, ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഡിഫറെന്റ് ടൈപ്പ് ആണ്. നോക്കുക, എ മാൻ traveled in a car at a distance of 100 kilometers in 4 hours. ഒരാള് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ കാറില് 100 കിലോമീറ്റർ അകലത്തില് 4 മണിക്കൂർ കൊണ്ട് ഹൗസിൽ നിന്ന്, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നു. ആൻഡ് ഹി റിട്ടേൺഡ് ഇൻ 6 hours in the evening. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം അതേ ഡിസ്റ്റൻസിന്, ഇവിടെ ഡിസ്റ്റൻസിൽ വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കണം. കാരണം 100 കിലോമീറ്റർ ഫ്രം ഹിസ് ഹൗസ് ടു ഓഫീസ് നമുക്കറിയാം, തിരിച്ചു വരുമ്പോഴും ഡിസ്റ്റൻസിൽ വ്യത്യാസമില്ല. പക്ഷേ ഹി ടുക്ക് 6 hours to reach the house. വീട്ടിലേക്ക് എത്താനായിട്ട് 6 മണിക്കൂർ എടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഇൻ ബോത്ത് സിറ്റുവേഷൻസ്? രണ്ട് സിറ്റുവേഷനിലും നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ നോക്കിയാൽ നിങ്ങൾ എന്താ തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് ആണ് അല്ലെ, 100 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. ടൈം തന്നിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാനുള്ള ടൈം അയാൾ എത്ര എടുക്കുന്നത്? 4 hours. അവിടെ നമുക്ക് അദ്ദേഹം അങ്ങോട്ട് സഞ്ചരിച്ച വാഹനം ഏതാണോ, കാറാണ്, കാറിന്റെ വേഗത തന്നിട്ടില്ല. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് സ്പീഡ്. ആദ്യത്തെ കേസില്, ഫസ്റ്റ് കേസിൽ നമുക്ക് അതിന്റെ സ്പീഡ് കണ്ടുപിടിക്കാം. നമുക്കറിയാം ആദ്യത്തെ കേസിൽ നമുക്ക് സ്പീഡ് തന്നിട്ടില്ല, നമുക്കറിയാം. സെക്കൻഡ് കേസിൽ സ്പീഡ് തന്നിട്ടുണ്ടോ? ഇല്ല, അവിടെയും തന്നിട്ടില്ല. ഹി റിട്ടേൺഡ് ഇൻ 6 hours. തിരിച്ചു വന്നത് 6 മണിക്കൂറുകൾ കൊണ്ടാണ്. ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്, 100 കിലോമീറ്റർ തന്നെയാണ്, ആണല്ലോ. മനസ്സിലാക്കുക, ഡിസ്റ്റൻസ് സെയിം ആണ്. ബിക്കോസ് ഫ്രം ഹിസ് ഹൗസ് ടു ഓഫീസ്, ഓഫീസ് ടു ഹൗസ് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. പക്ഷേ ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ ടൈം ടേക്കൺ. അദ്ദേഹം അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും എടുത്തിരിക്കുന്ന സമയങ്ങളിലാണ് വ്യത്യാസമുള്ളത്, ആണല്ലോ. അപ്പൊ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ സ്പീഡ് ഫ്രം ദ ഫസ്റ്റ് കേസ്. ഒന്നാമത്തെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. അങ്ങോട്ട് പോയ അദ്ദേഹം ഓഫീസിലേക്ക് പോയ സമയത്തെ സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിനെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. എന്താണ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ? എന്താണ്? വീണ്ടും നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്, d/t ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 100 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് അല്ലേ. ആൻഡ് ടൈം ടു ഗോ ടു ദ ഓഫീസ്, ഓഫീസിലേക്ക് പോകാൻ എടുത്ത സമയം എത്രയാണ്? 4 ആണ്. സോ ഡിസ്റ്റൻസ് ബൈ ടൈം 100/4 ആണ്. എത്രയാണ് 100/4? നമുക്കറിയാം 100 25 ടൈംസ് ആണ്. നമുക്ക് 100ല് 4 പോകുക, 25 കിലോമീറ്റർ പെർ അവർ അല്ലെ, 25 കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് നമുക്ക് ആദ്യത്തെ കേസിൽ കിട്ടും. അതായത് അദ്ദേഹം അങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന്റെ കാറിന്റെ സ്പീഡ് അതാണ്. ആൻഡ് ഇൻ ദ സെക്കൻഡ് കേസ്, രണ്ടാമത്തെ കേസ് ഒന്ന് നോക്കിയേ നിങ്ങൾ. സെക്കൻഡ് കേസിലും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡ് തന്നെയാണ്. ഇക്വേഷൻ സെയിം തന്നെയാണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സമയം, സ്പീഡ് വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ദൂരം ബൈ സമയമാണ്. അപ്പൊ ദൂരം നമുക്കറിയാം, അങ്ങോട്ട് പോയ അതേ ദൂരത്തിൽ തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. വേറെ എവിടെയും കയറിയതായിട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടില്ല. ഓഫീസിൽ നേരെ തിരിച്ച് വീട്ടിലേക്ക് ദ ഡിസ്റ്റൻസ് ഈസ് സെയിം, ദാറ്റ് ഈസ് 100 കിലോമീറ്റർ. ബട്ട് ഇവിടെ എടുത്തിരിക്കുന്ന സമയം നമുക്കറിയാം, ടൈമിൽ വ്യത്യാസമുണ്ട്. 6 hours ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കാം. കറക്റ്റ് ആയിട്ട് ഡിവിസിബിൾ അല്ല. നമുക്കറിയാം ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 50. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയത് 50/3 ആണ്. ഇനി നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക, രണ്ടിലും 50/3 കിലോമീറ്റർ പെർ അവർ ആണ്. രണ്ടിന്റെ വേഗതയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 2 വേഗതയും കിട്ടിയിട്ടുണ്ട്, 2 സ്പീഡാണ്, ഡിഫറെന്റ് സ്പീഡാണ്. അത് നോക്കിയേ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് 2 ഡിഫറെന്റ് സ്പീഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ആദ്യം അങ്ങോട്ട് പോയപ്പോൾ 4 മണിക്കൂർ കൊണ്ടാണ് അങ്ങോട്ട് എത്തിയേക്കണം. അപ്പൊ സ്പീഡ് എന്താ ഉണ്ടാവും? കൂടുതലാണ്. കാരണം നോക്കുക, 25 കിലോമീറ്റർ പെർ അവർ അങ്ങോട്ട് സ്പീഡിൽ പോകണം. കാരണം എന്നാലാണ് 4 മണിക്കൂർ കൊണ്ട് എത്തിയത്. സെയിം ഡിസ്റ്റൻസിൽ തന്നെ തിരിച്ചു വരുമ്പോൾ 6 മണിക്കൂർ എടുത്തെങ്കിൽ അവിടെ നമുക്കറിയാം സ്പീഡ് കുറവായിരുന്നിരിക്കണം. 50/3 അതിന് നമ്മൾ വീണ്ടും ചെറുതാക്കിയിട്ടില്ല, അവിടെ ഇരിക്കട്ടെ. Now you have to calculate what is the average speed. Average speed ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ആവറേജ് സ്പീഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആവറേജ് സ്പീഡ് നോക്കാം, ഡിഫറെന്റ് സ്പീഡ് ആണ്. സോ when you have to calculate average speed, you have to apply the equation 2xy by x plus y. ഈ ഒരു ഇക്വേഷൻ കൊടുത്താൽ മതി. 2xy
ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഇക്വേഷൻ. എന്താണ് ഈ എക്സും വൈയും? എക്സ് ആൻഡ് വൈ ആർ ദ ഡിഫറെന്റ് സ്പീഡ്സ്. നമുക്ക് കിട്ടിയ വേഗതയുടെ ആവറേജ് കാണാനാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലെ? വേഗത അതിന്റെ ശരാശരി വേഗതയാണ് കാണേണ്ടത്. അപ്പൊ രണ്ട് ഡിഫറെന്റ് സ്പീഡുകൾ കിട്ടിയപ്പോ അതിന്റെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. 2xy ബൈ എക്സ് പ്ലസ് വൈ എന്നാണ്. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. 2xy എന്ന് പറയുമ്പോൾ എന്ത് വരും? ആദ്യത്തേത് 2 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 25 ഇൻറ്റു വൈ എത്രയാണ്? രണ്ടാമത്തേതാണ്, അത് 50/3 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ വീണ്ടും അത് തമ്മിൽ പ്ലസ് ചെയ്യണം. 25 പ്ലസ് 50/3. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ആ കാറ് യാത്ര ചെയ്യാനെടുത്ത വേഗതയുടെ ശരാശരി ആയിരിക്കും നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുക. അപ്പൊ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 ഇൻറ്റു 25 50 ആണ്. 50 ഇൻറ്റു 50 2500 ആണല്ലോ. 50 ആണ്. ഇത് രണ്ടും ഗുണിക്കുമ്പോൾ 50 കിട്ടും അല്ലെ? 50 ഇൻറ്റു 50 കൂടി ഉണ്ട്. ഒരു 50 കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. 5 25 2500/3. ഈ ബൈ 3 നമ്മൾ വെട്ടി ചെറുതാക്കിയിട്ടില്ല, കാരണം ആ 3 ഡിവിസിബിൾ ആയിട്ടുള്ള സംഖ്യകളൊന്നും തന്നെ മുകളിൽ കിടക്കുന്നില്ല. സോ 3 നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. ബൈ വീണ്ടും 25 പ്ലസ് 1/3 ആണ്. നമുക്ക് ഇതിന്റെ അടിയിൽ ഒരു 1 ഇട്ട് കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒന്നുകിൽ LCM മെത്തേഡിൽ അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് ഫ്രാക്ഷനും ഹോൾ നമ്പറും തമ്മിൽ കൂട്ടാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഹോൾ നമ്പർ ആയിരുന്നു, പക്ഷെ നമ്മൾ അതിന്റെ അടിയിൽ 1 ഇട്ട് കൊടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 25 75 പ്ലസ് 1 ഇൻറ്റു 50 ബൈ 3. 1 ഇൻറ്റു 3 അത് 3 ആണ്. കാരണം ഡിനോമിനേറ്ററിൽ നമ്മൾ എഴുതേണ്ടത്, ഛേദത്തിൽ നമ്മൾ എഴുതേണ്ടത് അതിന്റെ ഗുണനഫലമാണ്. ഛേദങ്ങളുടെ ഗുണനഫലം അവിടെ എടുത്ത് എഴുതി. അപ്പൊ 75 പ്ലസ് 50/3 എന്ന് എഴുതി. വീണ്ടും നമുക്ക് ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ലെറ്റ് 2500/3 എന്നുള്ളത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ആൻഡ് ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 75ഉം 50ഉം കൂട്ടിക്കഴിഞ്ഞാൽ 125. 125/3 നമുക്കറിയാലോ ഒരു ഭിന്നസംഖ്യയാണ് 2500/3. ഇതൊരു ഭിന്നസംഖ്യയാണ്. അതിന്റെ അടിയിൽ അതിനെ ഹരിക്കേണ്ടത് മറ്റൊരു ഭിന്നസംഖ്യ ഉണ്ട്. ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കേണ്ടി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. ഫ്രാക്ഷൻസിന്റെ ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞതാണ്, അന്നേരം പഠിച്ചതാണ്. ഒരു ഭിന്നസംഖ്യ 2500/3 ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് നമ്പർ ആണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. യു ഹാവ് ടു ഫൈൻഡ് ദ റെസിപ്രോക്കൽ ഓഫ് 125/3. 125/3ന്റെ റെസിപ്രോക്കൽ വ്യുൽക്രമം 3/125. അതെ, 3/125 തല തിരിച്ചിടുക. റെസിപ്രോക്കൽ വ്യുൽക്രമം എന്നൊക്കെയാണ് അതിനെ പറയാ. അപ്പൊ നമുക്കറിയാം ഇവിടെ 3 കൊണ്ട് വെട്ടി ചെറുതാക്കാം. 3 വെട്ടിപ്പോയി. ഈ 25 1 ടൈം, ഇവിടെ 125 5 ടൈംസ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1. ഇവിടെ 2 0 ബാക്കി ഉണ്ടായിരുന്നു. സോ 100/5. 100/5നെ വീണ്ടും ചേർത്താക്കാം. 5 10 2 പ്രാവശ്യം പോവും. സോ 20 km/h എന്നാണ് നമുക്ക് ഇതിന്റെ ആവറേജ് സ്പീഡ് കിട്ടുക. ശരാശരി വേഗത ഒന്നുകൂടി നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് തന്നിരുന്ന ക്വസ്റ്റ്യനിൽ എന്ത് തന്നിരുന്നു ആൻഡ് നിങ്ങളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് എന്ന് നോക്കാം. A man traveled in a car at a distance of 100 kilometers in 4 hours from his house to office and he returned in 6 hours in the evening. What is the average speed? 2 വേഗതയിലാണ് അദ്ദേഹം സഞ്ചരിച്ചത് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാകും. 2 വേഗത കാരണം 100 kilometers from his house to office, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 100 കിലോമീറ്റർ ആണ്, അറിയാലോ. ഇങ്ങോട്ടും തിരിച്ചു വരുമ്പോഴും അതേ എന്താ പറയാ ഡിസ്റ്റൻസിൽ തന്നെയാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടാകുക. കാരണം എന്താണ്? അവിടെ വേറെ ഒന്നും മെൻഷൻ ചെയ്യില്ല, വേറെ വളഞ്ഞ വഴിക്കൊന്നും അദ്ദേഹം വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അത് പറയണം. വേറെ സ്ഥലത്ത് കയറിയിട്ടാണ് തിരിച്ച് ഈ ഓഫീസിൽ നിന്ന്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തതെന്ന് ഒന്നും മെൻഷൻ ചെയ്യാത്ത സ്ഥിതിക്ക് ഹി മൈറ്റ് ഹാവ് ട്രാവൽഡ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്. അദ്ദേഹം സഞ്ചരിച്ചത് ഒരേ അകലത്തിലായിരിക്കണം. അപ്പൊ ആദ്യത്തെ കേസിൽ വി ഹാവ് ഫൈൻഡ് ഔട്ട് ദ സ്പീഡ്. നമുക്ക് ഒന്നാമത്തെ കേസിൽ 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന്റെ കാറിന്റെ വേഗത നമ്മൾ കണ്ടുപിടിച്ചു. 100 അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, അകലം ബൈ സമയം നമ്മൾ കിട്ടി 25 km/h. സെക്കൻഡ് കേസിൽ സെയിം തന്നെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അദ്ദേഹം എടുത്ത രണ്ടാമത്തെ തിരിച്ചുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ വേഗത നമുക്ക് കിട്ടിയത് 50 km/h. ആൻഡ് ഇഫ് യു ഹാവ് ടു ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ഇൻ ബോത്ത് കേസസ്, 2 യാത്രകളിൽ ഉണ്ടാകുന്ന ശരാശരി വേഗത കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഏതാണത്? 2xy/x + y. x ആൻഡ് y എന്താണ്? x ആൻഡ് y ആർ ദ ഡിഫറെന്റ് സ്പീഡ്സ് ഓഫ് ദ കാർ. ആ വെഹിക്കിളിന്റെ, കാറോ ബസ്സോ ഏതായിക്കോട്ടെ
അതിന്റെ സ്പീഡുകളാണ് നമ്മൾ എക്സ് വൈ ആയിട്ട് എടുക്കേണ്ടതെങ്കിൽ 2xy/x+y is equal to 2 into 25 into നമുക്ക് കിട്ടിയ രണ്ടാമത്തെ വേഗത 50/3 കിലോമീറ്റർ ആണ്. അത് കൊടുത്തു, അത് സോൾവ് ചെയ്തു. സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിക്കുന്ന മാത്സിലാകുമ്പോൾ സൊല്യൂഷൻ കണ്ടെത്തുന്നതിലേക്ക് നമുക്ക് ഒരുപാട് ക്രിയകളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ വരേണ്ടി വരും. നോക്കുക, ഇവിടെ നമുക്കൊരു ഫ്രാക്ഷൻ ഫോമിലാണ് കിട്ടിയത്. ഫ്രാക്ഷൻ മാത്രമല്ല, ഫ്രാക്ഷൻ തമ്മിൽ ആഡ് ചെയ്യാൻ ഇതിനകത്ത് തന്നെ ഈ ഒരു സൊല്യൂഷനിലെല്ലാം നമുക്ക് ഒരുപാട് ക്രിയകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അറിയാലോ, ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു. മൾട്ടിപ്ലൈ ചെയ്തതിനെ ഫ്രാക്ഷൻ ആയിക്കാണ് ആൻസർ കിട്ടിയത്. വീണ്ടും ഫ്രാക്ഷൻ എന്ത് ചെയ്തു, ഒരു ഹോൾ നമ്പറും ഒരു എന്താ പറയുക ഫ്രാക്ഷനുമായിട്ട് ആഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ലെസ് ആകു കണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും നമ്മൾ അതിനെ ചെറുതാക്കി. അഗെയിൻ വീണ്ടും നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യേണ്ടി വന്നു. ആ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനലി അവർ ആൻസർ ഈസ് 20 km/h. കിട്ടിയല്ലോ. അപ്പൊ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്തത്. ചെയ്തെടുത്ത് തന്നെ ചെയ്തു പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീണ്ടും third question നോക്കാം. A and B travels at a speed of 3 km/h and 5 km/h to a place. If B reached 1 hour before A, what is the distance between the place? ഓക്കെ, ഇതാണ് തേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. എ ആൻഡ് ബി ട്രാവൽഡ് അറ്റ് എ സ്പീഡ് ഓഫ് 3 km/h ആൻഡ് 5 km/h ടു എ പ്ലേസ് റെസ്പെക്റ്റീവ്ലി. രണ്ടുപേരും ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്. അവര് എ എന്ന് പറയുന്ന ആള്, അതാണ് റെസ്പെക്റ്റീവ്ലി ആണ് കേട്ടോ, അത് യഥാക്രമം. രണ്ടുപേരും എ 3 km/h വേഗതയിലും ബി 5 km/h വേഗതയിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് രണ്ടുപേരും യാത്ര ചെയ്യുന്നു. ഇഫ് ബി ഹാവ് റീച്ച്ഡ് 1 hour ബിഫോർ എ, എ എന്ന് പറയുന്ന ആളേക്കാൾ 1 മണിക്കൂർ മുമ്പ് ബി ഈ പറയുന്ന സ്ഥലത്ത് എത്തിയെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേസ്? ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള അകലം എത്രയാണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതും സ്പീഡും ടൈമുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ഡിസ്റ്റൻസും ടൈമും സ്പീഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. ഇഫ് യു ഹാവ് ഗിവൺ 2 ഡിഫറെന്റ് സ്പീഡ്സ്, രണ്ട് വ്യത്യസ്ത വേഗതകൾ തന്നിരിക്കുന്നു. മാത്രമല്ല ഒരാള് മറ്റൊരാൾക്കാള് മുൻപ് അല്ലെങ്കിൽ ലേറ്റായി എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ് നമുക്ക് സമയത്തിൽ വ്യത്യാസം തന്നിരിക്കുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൈം, അതായത് സമയത്തിലുള്ള വ്യത്യാസവും മാത്രമല്ല രണ്ട് വ്യത്യസ്ത സ്പീഡുകൾ രണ്ടാളുകൾ സഞ്ചരിച്ചു എന്ന് പറയുമ്പോഴും നമുക്ക് സഞ്ചരിച്ച ദൂരം കാണാനുള്ള ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്കൊരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഡിസ്റ്റൻസ് ട്രാവൽഡ്, സഞ്ചരിച്ച ദൂരം കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ്. സഞ്ചരിച്ച ദൂരം is equal to S1 into S2 by S2 minus S1 into സമയ വ്യത്യാസം, ഡിഫറൻസ് ഇൻ ടൈം കേട്ടോ, ഡിഫറൻസ് ഇൻ ടൈം. ഇക്വേഷൻ ശ്രദ്ധിച്ച് എഴുതിയെടുക്കാം. അതായത് ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. എയും ബിയും രണ്ട് വ്യത്യസ്ത വേഗതയിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. രണ്ട് വ്യത്യസ്ത സ്ഥലത്തേക്കാണ് രണ്ടുപേരും, രണ്ട് വ്യത്യസ്ത സ്പീഡിലാണ്, വേഗതയിലാണ് സഞ്ചരിച്ചത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക്. എന്നാൽ ഇവർ തമ്മിൽ അവിടെ എത്തിച്ചേരാൻ സമയത്തിൽ വ്യത്യാസമുണ്ട് എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് S1 into S2 by S2 minus S1 into ഡിഫറൻസ് ഇൻ ടൈം ആണ്. അപ്പൊ എന്താണ് ഈ S1ഉം S2ഉം? എസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമ്മൾ എന്തിനെ സൂചിപ്പിക്കാനാണ്? ഇപ്പൊ ഇത്രയും ഇക്വേഷൻസ് ഒക്കെ ചെയ്തല്ലോ. ഡി ടി എസ് എന്നൊക്കെ കണ്ടല്ലോ. ഡി ദൂരമാണ്, ഡിസ്റ്റൻസിന്റെ ഷോർട്ട് ആയിട്ട് നമ്മൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ എടുത്തിരിക്കുന്ന ടൈമിന്റെ ടി ആണ്, ദെൻ സ്പീഡിന്റേത് എസ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് ഡിഫറെന്റ് ടൈം ആണ് തന്നെ, എസ് ഇൻറ്റു 2. ഏതാണ് അപ്പൊ S1ഉം S2ഉം? S1 ആൻഡ് S2 റെപ്രസെന്റ്സ് ദ സ്പീഡ്. അത് 3ഉം 5ഉമാണ്. 3 km/h 5 km/h ആണ്. അപ്പൊ നമുക്കിത് അവിടെ അപ്ലൈ ചെയ്യാം. 3 into 5 by
5 minus 3 into difference in time. എപ്പോഴാണ് അവർ എത്തിച്ചേരുന്നതിന്? ബി എത്ര സമയം മുമ്പേ എത്തിച്ചേർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 1 മണിക്കൂർ മുമ്പേ എത്തിച്ചേർന്നു എന്നാണ്. ചിലപ്പോൾ എ എടുത്തേക്കുന്നത് 4 മണിക്കൂറായിരിക്കാം, എന്നാൽ ബി 3 മണിക്കൂർ കൊണ്ട് അവിടെ എത്തി, മീൻസ് 1 മണിക്കൂർ മുൻപേ എത്തിച്ചേർന്നു. അപ്പൊ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഓൾറെഡി ഇവിടെ. നമുക്ക് അവർ എത്തിച്ചേരുന്ന ആ പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരുന്ന സമയത്തിന്റെ വ്യത്യാസം ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ഈസ് 1 hour. അപ്പൊ ആ 1 ആണ് ഡിഫറൻസ് ഇൻ ടൈമിൽ നമ്മൾ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. 5 × 3 15, 15/5 - 3 2 × 1. നമുക്കറിയാം 1 കൊണ്ട് ഏത് സംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്താലും വിൽ ഗെറ്റ് ദ സെയിം നമ്പർ. അപ്പൊ 15/2 ആണ്. 15ന്റെ പകുതി 7.5 കിലോമീറ്റർ. 7.5 കിലോമീറ്റർ ദൂരമാണ് ഇവർ സഞ്ചരിച്ചത് എന്ന് കിട്ടും. എത്ര കിലോമീറ്റർ ദൂരം? 7.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലേക്കാണ് അവർ ട്രാവൽ ചെയ്തത്. കണ്ടല്ലോ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് കണ്ടുപിടിച്ചത്. അപ്പോ ഇത് മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ചെയ്ത് 3ാമത്തെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ വേറെയായിരുന്നു, അതിലെ സ്പീഡ് കണ്ടുപിടിക്കാൻ മാത്രമായിരുന്നു. 2ാമത്തേല് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിരുന്നു. 3ാമത്തേത് എന്തായിരുന്നു? 2 ആളുകള് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഡിഫറെന്റ് സ്പീഡിൽ സഞ്ചരിച്ചു, ആൻഡ് 2 പേരും എത്തിച്ചേരുന്ന സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ S1 × S2 / S2 - S1 × ഡിഫറൻസ് ഇൻ ടൈം ആണ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടിയും വേറൊരു ടൈപ്പ് കൂടി വരുന്നുണ്ട്, അതും കൂടി ഒന്ന് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. The first 1/3 part of a car journey at 10 km/h, next 1/3 part in 20 km/h, and the last 1/3 part in 60 km/h. Then what is the average speed? ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ഷോർട്ടാക്കി എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലാകും. നോക്കാം. The first 1/3 part of a car journey at 10 km/h. km/h തരുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇതെന്താണ്? വേഗതയാണ് നമുക്ക് തന്നിരിക്കുന്നത്, സ്പീഡാണല്ലോ. അപ്പൊ ആദ്യത്തെ 1/3 ഭാഗം, ഒരു കാർ യാത്രയുടെ ആദ്യത്തെ 1/3 ഭാഗം 10 km/h വേഗതയിലും, അടുത്ത 1/3 ഭാഗം 25 km/h 25 km/h വേഗതയിലും, ലാസ്റ്റ് 1/3 അപ്പോൾ കറക്റ്റ് ആയി, ഫുൾ ജേർണി കംപ്ലീറ്റഡ് ആയി. 1/3 പാർട്ട് 60 km/h വേഗതയിലുമാണെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. നേരത്തെ നമ്മൾ 2 യാത്രയുടെ ആവറേജ് കണ്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ 3 ആണ്. 3 × അവിടെ നമ്മൾ എങ്ങനെയാ ചെയ്തത്? 2 × xy / x + y ആണെങ്കിൽ ഇവിടെ 3 യാത്രകളായതുകൊണ്ട് 3xyz / xy + yz + xz ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അതായത് 3 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്നതിന്റെ ആവറേജ് വേഗത കാണാനായിട്ട്, അതായത് ശരാശരി വേഗത കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നോക്കിയേ, 3 വ്യത്യസ്ത വേഗതകളെയാണ് നമ്മൾ XYZ എന്ന് പറയുന്ന അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുക. ഡിഫറെന്റ് ജേർണി നടത്തിയിരിക്കുന്നത് ഡിഫറെന്റ് സ്പീഡിലാണ്. 10 km/h ഒരെണ്ണം നോക്കാം, 20 km/h, 60 km/h. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ ഒന്ന് കൊടുക്കാം. 3 × 10 × 20 × 60 xy × xy കൂടി ഗുണിക്കണം, വൈയും സെഡും ഗുണിക്കണം, എക്സും സെഡും ഗുണിക്കണം, എന്നിട്ട് അവയുടെ സമ്മാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടുമാണ്. ആദ്യത്തെ x × y, x × y എന്ന് പറയുമ്പോൾ 10 × 20 പ്ലസ് അടുത്തത് yz 20 × 60 പ്ലസ് അടുത്തത് എക്സും സെഡും ആണ്, അതായത് 10 × 60. പരസ്പരം ഗുണിച്ചിട്ട് അതെല്ലാം കൂട്ടിയിട്ട് ഇതെല്ലാം കൂടി തമ്മിൽ നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. 3 × 10 × 20 × 6 60. ഇതെല്ലാം കൂടി ഗുണിക്കാം. നമുക്കറിയാലോ 3 × 1 3 തന്നെ, 3 2 6, 6 × 6 36. 36 ഇട്ടിട്ട് ദേ സീറോസ് ആണ്, അപ്പൊ അതുകൊണ്ട് 3 സീറോസ് ഇട്ട് കൊടുക്കാം.
സിമ്പിൾ ആയിട്ട് ഗുണിക്കുന്ന രീതിയിൽ ചെയ്യുക. ഇതൊന്നും അല്ലാതെ അവിടെ നമ്മൾ വലിച്ചു നീട്ടി എഴുതി മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിന്റെയൊക്കെ കൂടെ സീറോസ് ആണല്ലോ ഉള്ളത്. അപ്പൊ സംഖ്യ മാത്രം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 1 3, 3 × 2 6, 6 × 6 36 ഇട്ടിട്ട് 1 2 3 0 ഇട്ടു. ഇവിടെ അടിയിൽ എന്താണ് ഇനി വരാന്ന് നോക്കാം നമുക്ക്. ഇതുപോലെ തന്നെ 10 × 20 ആണ്. അപ്പൊ 1 × 2 2 ആണ്, 2 0 ഇട്ട് കൊടുക്കാം. പ്ലസ് 2 × 6 12 ആണ്, 12ന്റെ അപ്പുറത്ത് 2 0 ഇട്ട് കൊടുക്കാം. പ്ലസ് 1 × 6 6 ആണ്, 2 0 ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. 36,000 വ്യത്യാസമൊന്നുമില്ല, അതവിടെ തന്നെ കിടക്കട്ടെ. 1200, 1200 200 എത്രയാണ്? 1400, 600, 2000, 2000. 3 സീറോസ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. 36-ല് 2 എത്ര പ്രാവശ്യം പോവും? 18 പ്രാവശ്യം. സോ ദ ആവറേജ് സ്പീഡ്, ഈ 3 യാത്രയുടെയും കൂടി ശരാശരി വേഗതയാണ് നമുക്ക് കിട്ടിയത് 18 km/h എന്നുള്ളത്. അപ്പൊ ഇതൊരു 4ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്തത്. ഓർമ്മയുണ്ടല്ലോ, ആദ്യത്തേത് സിമ്പിൾ ആയിരുന്നു. നമുക്ക് അതിനകത്ത് എന്താ പറയാ, സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ. രണ്ടാമത്തേത് 2 യാത്ര, അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാനായിരുന്നു. 3ാമത്തെ ടൈപ്പ് ഡിഫറന്റ് എന്താ പറയാ ഡിസ്റ്റൻസ് സ്പീഡിൽ നമുക്ക് സമയ വ്യത്യാസത്തിൽ ഒരാൾ നേരത്തെയോ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടോ എത്തിച്ചേരുന്നു എന്നുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 3നും പല ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെക്കണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഇക്വേഷൻസിന്റെ ഒപ്പം തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതോടൊപ്പം മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ചെയ്ത 4 പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത ദിവസം അടുത്ത ടോപ്പിക് ആയിട്ട് കാണാം. ബൈ.